നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരള സമൂഹം സജീവമായി ചർച്ച ചെയ്യുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി എന്നുള്ളത് ഇനി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഈ സമയത്ത് നമ്മോടൊപ്പം അഭിനേത്രി ശ്രീമതി പാർവതി തിരുവോത്ത് ചേരുകയാണ്. പാർവതി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച വിവരങ്ങൾ സമൂഹം ആഴത്തിൽ ചർച്ച ചെയ്യുകയാണ്. എന്താണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രവും ലഭിക്കുന്നു. അപ്പോൾ കുറെ കൂടി വിമൻ ഫ്രണ്ട്ലി ആവുക നമ്മുടെ സിനിമാ ലോകം ഒരു തൊഴിൽ യൂണിറ്റ് എന്നുള്ള നിലയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യവുമാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് പാർവതി വിചാരിക്കുന്നത്? സർക്കാർ ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന റെക്കമെൻഡേഷൻസ് ആഴത്തിൽ പഠിക്കുക, അതിനെ വളരെ ടാഞ്ചിബിൾ ആയിട്ടും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമിക് പ്രാക്ടീസസ് എന്താണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, സെക്ഷൽ ഹാരാസ്മെൻറ്റ് കേസസിന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി പോഷ് ലോസ് ആർ ഇൻ പ്ലേസ്. അതായത് അതിൻ്റെ IC ഇപ്പോഴും എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും രൂപീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അത് ഓവർസീ ചെയ്യാനുള്ളൊരു ബോഡി ഇപ്പോഴും ഇൻഡസ്ട്രിയിലില്ല. അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ഇതല്ലാതെ തന്നെ ബാക്കിയുള്ള റെക്കമെൻഡേഷൻസ് പഠിച്ച് അതിനനുസരിച്ചുള്ള എന്തൊക്കെ സിസ്റ്റംസ് ആണ് നിലവിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അതുപോലെ ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ കരുതി ചെയ്യേണ്ട കാര്യമാണ്. വേറൊന്നുമല്ല, 4.5 വർഷം ഇതിൻ്റെ ഡിലേ ഉണ്ടായതിൽ തന്നെ ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻസ് വന്ന ഉടനെ തന്നെ നമ്മൾ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പെട്ടെന്ന് ഒരു സിസ്റ്റം പ്രാക്ടീസസ് പുട്ട് ഇൻ പ്ലേസ് ചെയ്യാൻ ഒട്ടും സ്പീഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഓൾറെഡി നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത്. ഓൺലി ടു അണ്ടർലൈൻ ദാറ്റ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറയുന്നത് തന്നെയാണ് അതിൽ. സോ ഐ തിങ്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിനെ വളരെ ഗൗരവപൂർവ്വം അത് കണ്ട് അതിലേക്ക് ഒരു റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കണം എന്നാണ് പ്രതീക്ഷ. തീർച്ചയായും ജസ്റ്റിസ് ഹേമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സെക്ഷൽ ഹാരാസ്മെന്റ് ആണ് എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ ഹാരാസ്മെന്റ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ കേസെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചു. ഇങ്ങനെ ഈ ഹരാസ്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിൻ്റെ അടുത്തുണ്ടായിട്ട് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് മാതിരി തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണോ അഭിപ്രായം? അതോ സർക്കാർ ഇക്കാര്യത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായമുണ്ടോ? WCCയുടെ ഒന്നടങ്കമായിട്ടുള്ള നമ്മൾ എപ്പോഴും ചെയ്തു വന്നിട്ടുള്ള കാര്യമാണ്. ഒരു സർവൈവറിന് കേസ് എടുക്കാൻ തോന്നുകയാണെങ്കിൽ അവർക്ക് അതിലും പൂർണ്ണമായും നിയമപരമായിട്ടും അതിൽ ആ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ആ വിശ്വാസം ഉണ്ടായിട്ടും ആ റൂട്ട് എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനെ എയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കളക്റ്റീവ് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് രീതിയിലും ആ രീതിയിലുള്ള സപ്പോർട്ട് അത് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സർവൈവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ സ്വമേധയാ കേസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് തന്നെയാണ് റിപ്പോർട്ട് നല്ലോണം പഠിച്ച് അത്തരമുള്ള കേസസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നത്. പക്ഷേ ദിസ് ഇസ് നോട്ട് ദ മെയിൻ പോയിന്റ് ദോ അഭിലാഷ്. ഐ ഡു വോണ്ട് ടു സേ ദാറ്റ് നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരുപാട് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. സെക്ഷൽ ഹാരാസ്മെന്റ് ഇസ് എ വെരി പ്രിവലന്റ് ഇഷ്യൂ. അതുണ്ടെന്ന് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, പണിഷ്മെന്റ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആദ്യം തന്നെ നമ്മളത് കണക്കിലെടുക്കുകയാണെങ്കിൽ പണിഷ്മെന്റിലേക്ക് എത്തേണ്ട തന്നെ ആവശ്യമില്ല നമുക്ക്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫോക്കസ് ഓൺ വാട്ട് ദ ഗവൺമെന്റ് ക്യാൻ ഡു. ഇപ്പോഴും ഗവൺമെന്റ് പറയുന്നത് വേണേൽ കേസ് എടുക്കാം എന്നാണ്. അത് കഴിഞ്ഞ ജുഡീഷ്യൽ സിസ്റ്റമായിട്ട് അത് മുമ്പോട്ട് പോകും. അതൊരു വളരെ വെൽക്കം ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ചില സർവൈവേഴ്സിന് അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. ബട്ട് വാട്ട് അബൌട്ട് ദ പ്രിവെൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ പാർട്ട്, അതിനെപ്പറ്റി എന്തുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും. അല്ല പാർവതി, ഇവിടെ ഇപ്പോൾ കമ്മീഷൻ ഓഫ് എ കൊഗ്നിസിബിൾ ഒഫൻസ് അത് ഗവൺമെന്റിന് മുമ്പിൽ വെളിപ്പെട്ടാൽ ഗവൺമെന്റിന് ബന്ധപ്പെട്ട ആളുകളോട് പരാതി ഉണ്ടോ, നിങ്ങൾ പരാതി നൽകാൻ സന്നദ്ധരാണോ എന്ന് ചോദിക്കാം. പരാതി ഉണ്ടെങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോകാം. അത് പ്രാഥമികമായി നടക്കേണ്ട ഒരു കാര്യമല്ല. 2019 മുതൽ ഇതുപോലെയുള്ള ഒഫൻസുകളെ സംബന്ധിക്കുന്ന വലിയ ഒരു പട്ടിക സർക്കാരിൻ്റെ മുമ്പിൽ ഉണ്ടായിട്ട് ആക്ട് ചെയ്തില്ല. അത് പ്രിവെന്റ് ചെയ്യാനാണെങ്കിലും അതല്ലെങ്കിൽ അത് പ്രോസിക്യൂട്ട് ചെയ്യാനാണെങ്കിലും ആക്ട് ചെയ്തില്ല എന്നൊരു പ്രശ്നം ഫണ്ടമെന്റലായി അവിടെ ഇല്ലേ? ആബ്സല്യൂട്ട്ലി ഉണ്ട്. ബട്ട് ദ പോയിന്റ് ഇസ് ദാറ്റ് വെൻ ദ റിപ്പോർട്ട് ഇസ് കം ഔട്ട്, ഈ ഒരു അവസ്ഥയിൽ ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദി ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ടു ബി ഡൺ? ഇസ് ഇറ്റ് ടു സേ ദാറ്റ് 2019 മുതൽ ഇത്രയും കാലം നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളതാണോ? അതോ ഇസ് ഇറ്റ് ടു സേ ദാറ്റ് ക്യാൻ യു പ്ലീസ് ഗെറ്റ് ടു ദ പോയിന്റ് ആൻഡ് ഡു ദി ആക്ഷൻ നൗ എന്നുള്ളതാണോ? മൈ പോയിന്റ് ഇസ് ദാറ്റ് all the cases, everything that has been mentioned, confidential nature-ൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is also because ഇത്രയും സ്ത്രീകൾ മുമ്പോട്ട് വന്ന ഹേമ കമ്മിറ്റിന് മുമ്പിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഡെപ്പോസിഷൻ കൊടുക്കുന്നത് ആ ഒരു വിശ്വാസത്തിലാണ്. ഇസ് ദ ഫാക്ട് ദാറ്റ് they will not be impacted negatively. അത്
ഞാൻ പോലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കേസ് എടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഐ ഹാവ് ടു ബി ഷുവർ ദാറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ് പെർപ്പട്രേറ്റർ എത്ര സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിലും ആസ് എ സർവൈവർ ഐ വിൽ ബി ഇമ്പാക്റ്റഡ് ഫോർ ലൈഫ്. അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇപ്പോൾ നടക്കുന്ന കേസുകളിൽ നമ്മൾ കണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഓണസ് പിന്നെയും തിരിച്ച് സ്ത്രീകളിലേക്ക് ഇടുന്ന ഒരു പ്രവണത ഐദർ വിത്ത് മീഡിയ ഡിസ്കഷൻസ് ഓർ ഓൺ ടു ദ ഗവൺമെന്റ് കൊടുക്കുന്നത് ഒരു ഈസി വേ ഔട്ട് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഐ തിങ്ക് ദ മോർ ഡിഫിക്കൽട്ട് തിങ് ടു ഡു ഹിയർ ഇസ് ടു ആക്ച്വലി ലുക്ക് അറ്റ് വാട്ട് ആർ ദ പ്രാക്ടീസസ് ടു പുട്ട് ഇൻ പ്ലേസ്. അത് ബോറിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും, ചിലപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതാണ് ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, പണിയെടുക്കേണ്ട ഏരിയ അതാണ്. തീർച്ചയായിട്ടും. അപ്പോഴും ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ പറയുന്ന ഒരു കാര്യം, സിനിമയിലെ സ്ത്രീകൾക്ക് ഹരാസ്മെന്റ് നേരിട്ടാൽ അവർ തൊട്ടടുത്തുള്ള കൊളീഗ്സിനോടോ അതല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോടോ പോലും പറയാൻ ഭയപ്പെടുന്നു. സ്വന്തം ജീവനെക്കുറിച്ചുള്ള ഭയം, ഉറ്റവരുടെ ജീവനെക്കുറിച്ചുള്ള ഭയം, ഇങ്ങനെ ഒരുപാട് ഭയം എന്ന കാര്യം അവിടെ ഉണ്ട് എന്നിരിക്കെ സർക്കാർ പറയുന്നു കംപ്ലൈന്റ് വരട്ടെ എന്ന്. ഇങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റത്തിൽ ആരെങ്കിലും ഒരാൾ കംപ്ലൈന്റുമായി പോകുമോ? ഇല്ല, ഇങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റത്തിൽ ആരും കംപ്ലൈന്റ് ആയിട്ട് പോയില്ല. ബിക്കോസ് ദർ ഇസ് നോ ആക്ച്വൽ സിസ്റ്റം. ഒരു സിസ്റ്റം ഇല്ല, സിസ്റ്റമിന്റെ ഇല്ലായ്മയാണ് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. നമുക്ക് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിട്ട് പോലും ആൾക്കാർ ഭയക്കുന്നുണ്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് പോകാനായി. ഇനി അതിലുപരി ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സിനിമയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തതിൽ ഒരു IC ഉണ്ടായിരുന്നു. ആ ICയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ആളാണ് ഞാനും. ഈ IC ഉള്ളതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കുഞ്ഞതാണെങ്കിലും വലുതായിട്ടുള്ള കംപ്ലൈന്റ് വരുമ്പോഴും അപ്പോൾ നമുക്ക് അത് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് പ്രൊഡക്ഷനാണ്, പ്രൊഡ്യൂസേഴ്സിന് തന്നെയാണ്. അവരതിൻ്റെ ഭാഗമല്ല. പക്ഷേ ആസ് പെർ IC അതിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് we had a certain jurisdiction to take care of it. ഈ പറഞ്ഞ പോലെ ജുഡീഷ്യൽ സിസ്റ്റം കഴിഞ്ഞ് പോഷ് ലോ ഉണ്ടായിട്ട് IC പോലും ഇൻ പ്ലേസ് ഉണ്ടോ എന്ന് നോക്കാതെ വരുന്ന സമയത്ത് നമ്മൾ വേറെ എന്ത് സിസ്റ്റം ഉണ്ടായിട്ടാണ്, എന്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് പോവുക? ഫോർ എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 7-8 വർഷമായി. ഈ 7-8 വർഷത്തിൽ നമ്മളെല്ലാവരും തള്ളി മാറ്റി നിങ്ങൾ വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും അതിൽ ഒരു അൺസെറ്റ് ബാൻ വരുന്നോണ്ടിരിക്കുന്ന സമയത്ത് ഓബ്വിയസ്ലി അതിൻ്റെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പുറത്ത് പറയാത്ത രീതിയിൽ അവരെ ഭയപ്പെടുത്തി നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. തീർച്ചയായും. അപ്പോൾ ഈ സർവൈവർ ഈ ട്രോമയുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കുക, അറ്റാക്കർ സുഖമായി അയാളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ലാതെ ഒരു മുള്ളു പോലും കൊള്ളാതെ തുടർന്നും ജീവിക്കുക എന്നൊരു സംവിധാനമാണല്ലോ. ആരെങ്കിലും ഒരാൾ പരാതിയുമായി വന്നാൽ ആ പരാതിക്കാരിയെ എൻകറേജ് ചെയ്യാനുള്ള ബാധ്യത നിശ്ചയമായും സർക്കാരിനുണ്ട്. അവർ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാൻ WCC ഒരുക്കമാണോ, സപ്പോർട്ട് ചെയ്യാൻ ഒരുക്കമാണോ? WCC has always supported that. WCC തുടക്കം മുതൽ അവസാനം വരെ ഇതുവരെയും ഏത് സർവൈവറിനാണോ ലീഗൽ ആയിട്ടുള്ളതും മെഡിക്കൽ ആയിട്ടുള്ള ഹെൽപ്പ് വേണ്ടി വന്നിട്ടുള്ളത്, വൈൽ ദേ ആർ ഗോയിങ് ത്രൂ എ ട്രോമ, അവർക്ക് ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ടോ, അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള ശ്രമങ്ങളും WCC നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ ഒരു സർവൈവറിന്റെ ആക്ച്വൽ റിട്ടൺ കൺസെന്റ് ഇല്ലാതെ അതിൽ ഇടപെടില്ല എന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനത്തെ ആ രീതിയിലുള്ള അഡ്വക്കസി ഗ്രൂപ്പാണ് WCC. പക്ഷേ ദാറ്റ് ഷുഡൻറ്റ് ബി ഓൺ our onus should not be on us. It should actually be already in place for the government to put in place. അതാണ് ഞാൻ പറയാൻ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നോക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്തവരെ സംബന്ധിച്ച് പോക്സോ ആക്ട് നിലവിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഒരു പോക്സോ കേസ് ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു കംപ്ലൈന്റിന്റെ ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ അങ്ങനത്തെ ഒരു ഇൻസിഡന്റിനെ കുറിച്ചുള്ള ഒരു നോളജ് മറച്ചു വെച്ചാൽ അവർക്കെതിരെ കേസെടുക്കാം എന്ന ഒരു നിയമമുള്ള രാജ്യത്ത് അതേക്കുറിച്ച് വളരെ കൃത്യമായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നിരിക്കെ അവിടെ പോലും ഒരു ലീഗൽ ആക്ഷൻ വരുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പൊതുസമൂഹത്തെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? ആബ്സല്യൂട്ട്ലി ആണ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത് ഈ ഗവൺമെന്റും ഹേമ കമ്മിറ്റി എഴുതിയിട്ടുള്ള റിപ്പോർട്ട് എഴുതിയതും അവർ ചേർന്നിട്ടുള്ള ഡിസ്കഷനിൽ എന്തുകൊണ്ടാണ് ഈ ഭാഷയിൽ വ്യത്യാസം വന്നിട്ടുള്ളതെന്നാണ് ആദ്യം പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വിമൻ എന്നും ഒരു സ്ഥലത്ത് ഗേൾ എന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ വൈ ദാറ്റ് ചേഞ്ച് ഇസ് ദെയർ എന്നുള്ളത് ആദ്യം പഠിക്കണം. അത്തരം മീറ്റിംഗ്സും അത്തരം കൂടലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 days ago the report has come out. നമ്മളെല്ലാവരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 233 പേജ് ഈവൻ കളക്റ്റീവ് ഓൾ ഓഫ് അസ് സിറ്റിംഗ് ആൻഡ് സ്റ്റഡിങ് ഇറ്റ് ഡീപ്ലി ടു അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും, ഇതിന്റെ റെക്കമെൻഡേഷൻ എന്തായിരിക്കും. പക്ഷെ ഗവൺമെന്റ് സ്ഥാനത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യെസ് ഫോർ ഷുവർ ഇതിനെ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ആ രീതിയിലുള്ളൊരു മാറ്റം, ഒരു വേർബേജ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത്
വ്യക്തമായിട്ട് അത് ആലോചിച്ച് തന്നെയാണോ ചെയ്തിരിക്കുന്നത്, അതോ അതൊരു ഓവർസൈറ്റ് ആയിരുന്നോ ചില സ്ഥലത്ത് വന്നിരിക്കുന്ന വുമൻ ഗേൾ എന്നുള്ളതാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ടേക്ക് കെയർ ഓഫ്. അല്ല, അവിടെ പാർവതി ഇപ്പോൾ വിമൻ വാർ ഗേൾസ് എന്ന് വളരെ സ്പെസിഫിക് ആയ റിപ്പോർട്ടിൽ മെൻഷൻ ഉണ്ട്. ചിലയിടത്ത് വിമൻ എന്നും ചിലയിടത്ത് വൺ ഗേൾ സ്റ്റേറ്റഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് പുരോഗമിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ അണ്ടർ ഏജ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ റിപ്പോർട്ടിന്റെ ഒരു വായനയിൽ വ്യക്തമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും സെൻസിറ്റീവായ അല്ലെങ്കിൽ ഉടനടി ആക്ഷൻ വേണ്ട ഒരു റിപ്പോർട്ട് കയ്യിലിരുന്നിട്ടാണ് DGP അടക്കം നമ്മുടെ മൊത്തം ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിന് അത് പേടി ഉണ്ടാക്കുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി. അതുകൊണ്ട് തന്നെയാണ് ഈ 4.5 വർഷം എടുത്തു കഴിഞ്ഞിട്ടും നമ്മളും, അതായത് പൊതുസമൂഹത്തിൽ നിന്നുള്ള അപ്രൂവൽ ഉണ്ടായിട്ടുണ്ട്. വി ഹാവ് ദ മീഡിയ ഹു ഹാസ് സപ്പോർട്ടഡ് ആൻഡ് ആസ്ക് ദ സെയിം തിങ്. WCC ബാക്ക് ടു ബാക്ക് എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് 2019 ഡിസംബർ മുതൽ ഇതുവരെ എന്തുകൊണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൾച്ചറൽ മിനിസ്ട്രിയിൽ നിന്ന് വരുന്നത് ഇത് നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല, അത് മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇനി മുമ്പോട്ടേക്ക് വരുമെന്ന് പറയുന്നത് വളരെയധികം നമ്മളെ ബോധർ ചെയ്യുന്നതും വറി ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് മാത്രമായിരിക്കണോ ഫോക്കസ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഭിലാഷ്. വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ഫാക്ട് ദാറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് came out not to only talk about sexual harassment. We have to bring the focus back on the fact that commission report എന്തിനാ ഈ കമ്മിറ്റി രൂപീകരിച്ചത്? വർക്ക് പ്ലേസിൽ ഇതിനെ പറ്റിയിട്ടുള്ള എന്റർടൈൻമെന്റ് ലോസ്, അതായത് കോർപ്പറേറ്റ് ലോസ് പോലെ എന്റർടൈൻമെന്റ് ലോസ് വന്നാലേ അത് എന്താണ് വർക്ക് പ്ലേസ് എന്ന് പോലും മനസ്സിലാക്കാൻ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അത് വർക്ക് പ്ലേസ് ആണ്. പക്ഷെ ഒരു കോൾ ഓഫ് ഡ്യൂട്ടിക്ക് ഒരു ഹോമിനകത്ത് പോവുകയാണെങ്കിലും അതും വർക്ക് പ്ലേസ് ആയി മാറി. അവിടെ അവരെ ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ആയി മാറുകയാണ്. സോ ദീസ് ഡെഫിനിഷൻസ് ഇറ്റ് സെൽഫ് വാസ് ലോസ്റ്റ് ഓൺ അസ്. ഇപ്പൊ ഞാൻ സെറ്റിൽ പോകുന്നു, സെറ്റിൽ നിന്ന് കാറിൽ കയറി തിരിച്ച് വീട്ടിലെത്തുന്ന വരെ ആ കാറ് വർക്ക് പ്ലേസ് ആണ്. ആ ഡെഫിനിഷൻ പോലും ആൾക്കാർക്ക് അറിയില്ല. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നിട്ടുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതിന്റെ ഡെഫിനിഷൻ പോലും അറിയില്ല. Which is why it's so important that this committee was formed, so that ഈ ഡെപ്പോസിഷൻസിനനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാം ഇന്ന് ഇത്രയും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ വ്യക്തത പോലും ഇല്ല. സോ സ്റ്റെപ്സ് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം നഴ്സറി ലെവൽ അറ്റ് ദിസ് പോയിന്റ്. അവിടെ ഫോക്കസ് ഇല്ല അഭിലാഷ്, ആ ഒരു ഫോക്കസ് കൂടെ നഷ്ടപ്പെടാതെ തന്നെ വേണം നമ്മൾ മറ്റുള്ള ചോദിക്കാൻ. ബിക്കോസ് വി വിൽ നോട്ട് റീച്ച് എനിവെയർ ഇഫ് യു ആർ ഓൺലി ഫോക്കസിങ് ഓൺ ദിസ് വൺ തിങ്. ഈ വൺ തിങ് വളരെ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ ക്രിമിനൽ ആക്ടിവിറ്റി ദാറ്റ് ഇസ് ഹാപ്പനിങ് ആൻഡ് വി മസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ബട്ട് പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ടു ദി മീഡിയ ഇസ് ദാറ്റ് പ്ലീസ് ഓൾസോ ടോക്ക് അബൌട്ട് the so-called boring aspect of the report, which is the recommendations. How do we make it a better place? തീർച്ചയായും അവിടെ ഇപ്പോൾ ട്രിബ്യൂണലിനെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തെ സംബന്ധിച്ചൊക്കെയുള്ള ശുപാർശകളുണ്ട്. ഗവൺമെന്റ് പറയുന്നത് ഒരു കോൺക്ലേവ് നടത്തുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വിശദീകരിച്ച കാര്യം എത്രമാത്രം ഒരു പൊതു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു പൊതു മാനദണ്ഡം ഇക്കാര്യത്തിൽ, ഒരു കോമൺ ക്രൈറ്റീരിയ ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരിന് കഴിയുമോ എന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ്, അതിൻ്റെ എല്ലാ ലീഗൽ ആസ്പെക്ട്സും. അത് സത്യത്തിൽ വളരെ വേഗമായിട്ടുള്ള ഒരു ഐഡിയ അല്ലേ? ഏത് തരത്തിലുള്ള ട്രിബ്യൂണൽ, കോൺക്ലേവ്, ഏത് രീതിയിലുള്ള സജഷൻസ് ആണോ ഇതുവരെ വന്നിട്ടുള്ളത്, വിച്ച് ഈസ് ഓൺലി ഹിയർ സേ, ഇറ്റ്സ് ഓൺ ഡോക്യുമെന്റ്. നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചു വരുത്തി എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂസും അതിൽ എത്രത്തോളം പെർപെട്രേറ്റേഴ്സും സർവൈവേഴ്സും ഒരുമിച്ച് മിക്സ് ആവാതെ സർവൈവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള മാനദണ്ഡങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ സജഷൻസ് വരുന്നത് ഇപ്പോഴും നമുക്ക് അറിയില്ല. സോ വി ഹാവ് ടു സ്റ്റിൽ വെയിറ്റ് ഫോർ ദ ഗവൺമെന്റ് ടു ടെൽ us exactly what they mean by these things. അവിടെ ഇപ്പോൾ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വേതനത്തെ സംബന്ധിച്ച്, പാരിറ്റിയെ സംബന്ധിച്ച് സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ സേഫ്റ്റിയുടെ ആംഗിളിൽ അതുപോലെ തന്നെ റിപ്പോർട്ട് വിശദീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് വെള്ളം കുടിക്കാതെ, അതായത് മൂത്രം ഒഴിക്കേണ്ടി വരുമോ എന്ന സാഹചര്യം ഒഴിവാക്കാൻ വെള്ളം കുടിക്കാതെ അങ്ങനെ മൂത്രാശയ രോഗങ്ങൾ ഉള്ള സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കേണ്ടി വന്ന ആളുകളെ കുറിച്ചൊക്കെ അങ്ങനെ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന സമഗ്രമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണോ WCCയും ആവശ്യപ്പെടുന്നത്? See, first of all, let me just tell you with all due respect, പേയ്മെന്റിന്റെ പേ പാരിറ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ഗവൺമെന്റ് ചെയ്യാനില്ല എന്ന് പറയുന്നതിനോട് ഞാൻ പേഴ്സണലി, ദിസ് ഇസ് നോട്ട് ഫോർ ദ കളക്റ്റീവ്, ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇത് കളക്റ്റീവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല പറയുന്നത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ കെൻ എനിവൺ സേ ദാറ്റ് this is a government that
വാല്യൂസ്, എന്താ പറയുക, ലേബർ ലോസ്, ഒരു തൊഴിലെടുത്ത് വരേണ്ട സമതയെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഗവൺമെന്റ് ആകുമ്പോൾ അത് അങ്ങനെ പറയുന്നത് ഒട്ടും എനിക്ക് അതിനോട് യോജിക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ, എന്ത് രീതിയിലാണോ ഒരു തൊഴിലെടുത്ത് മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിട്ട് ചില ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മാർക്കറ്റ് വാല്യൂ ആണുങ്ങളുടെ കാര്യം വരുമ്പോൾ അത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകളുടെ കാര്യം മാത്രം വരുമ്പം അതിന്റെ ബേസിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ബേസ് പോലും ചിലപ്പോൾ ഉണ്ടാവാറില്ല. ബേസിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോകുക പോലും ഇല്ല. അത് എത്ര സൂപ്പർ ഹിറ്റ് ഫിലിംസിൽ വർക്ക് ചെയ്താലും എത്ര അവരുടെ സ്കിൽ സെറ്റ് ബെനിഫിറ്റ് ആയാലും. സോ അത് നമ്മൾ ചോദിക്കാൻ പോകുമ്പോൾ നമ്മളോട് പറയും പക്ഷെ നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ എന്ത് മാർക്കറ്റ് വാല്യൂ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് പൈസ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അതൊരു ഡോക്യുമെന്റ് ആയിട്ടും അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സ്പേസ് ഇല്ല. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഇത് ആർക്കും പിടികിട്ടാത്ത ഒരു നോഷനും ഒരു കോൺസെപ്റ്റുമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓഫ് ഓൾ, സാനിറ്റേഷൻ, ബേസിക് ഹ്യൂമൻ റൈറ്റ്, സാനിറ്റേഷൻ ഇല്ല, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഇസ് നോട്ട് പുട്ട് ഇൻ പ്ലേസ്. ഇത്തരം കാര്യങ്ങൾ എല്ലാ രീതിയിലും ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ ഇഷ്ടങ്ങൾക്കും ബെനിഫിറ്റിനും എക്സ്പ്ലോയിറ്റേഷനും മാത്രം കണക്ക് കൂടിയിട്ടുള്ള രീതിയിലാണോ മലയാളം ഫിലിം ഇൻഡസ്ട്രി ദാറ്റ്സ് ജനറേറ്റിംഗ് സോ മച്ച് റവന്യൂ, കോണ്ടന്റ് വൈസ് സ്ത്രീകളെ പറ്റിയിട്ടും പ്രോഗ്രസീവ്നെസ്സിനെ പറ്റിയിട്ടും ഇത്രയും സംസാരിക്കുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രി വിച്ച് ഇസ് ലോകമെമ്പാടും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇൻഡസ്ട്രിയാണ്. അവിടെ വർക്ക് പ്ലേസിലും ഇത് പ്രതിഫലിക്കേണ്ട, ഈ പ്രോഗ്രസീവ്നെസ് പ്രതിഫലിക്കേണ്ട എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇത് എത്രയും പറയുന്നത് ഏത് ഗവൺമെന്റ് ഇസ് കമ്മിങ് ഇൻ ടു പ്ലേസ് അവരെല്ലാവരും പറയുന്ന കാര്യമാണ് സ്ത്രീകളുടെ സുരക്ഷ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് മാത്രം എന്താണ് ഇത്രയും ഡിസ്കൗണ്ട് നടക്കുന്നത് എന്നുള്ളത് ഒരു വളരെ വാലിഡ് ചോദ്യമാണ്. ആൻഡ് ദാറ്റ് പേഴ്സണലി മൈ ഒപ്പീനിയൻ ഹിയർ. ഈ വേതന തുല്യത എന്ന കാര്യം വളരെ ശക്തമായി കളക്റ്റീവ് തന്നെ ആവശ്യപ്പെടേണ്ടതുണ്ട് ഇനി അങ്ങോട്ടുള്ള ആലോചനാ യോഗങ്ങളിൽ എന്ന് പാർവതിക്ക് അഭിപ്രായമുണ്ട്. ഒപ്പം ഈ സേഫ്റ്റി സംബന്ധിച്ചും സാനിറ്റേഷൻ അടക്കമുള്ള അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള എന്ത് സംവിധാനങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഒരു കോൺക്ലേവ് നടക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കമായി എന്ത് വരണമെന്നാണ് പാർവതി ആഗ്രഹിക്കുന്നത്? See, personally, I do not still understand what a conclave means. Conclave എന്താണെന്ന് പറയുന്നത്, കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പല അർത്ഥങ്ങളുണ്ട്. ഞാൻ പല മീഡിയ ഹൗസസിന്റെ കോൺക്ലേവ്സിന് പോയിട്ടുണ്ട്. അവിടെ പാനൽ ഡിസ്കഷൻസ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണോ അതിന്റെ റൂട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു നോ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്ത് രീതിയിലുള്ള പാനൽ ഡിസ്കഷനാണ്. അവിടെയും സർവൈവേഴ്സിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഡിസ്കഷൻസ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ബിക്കോസ് യു കാൻ ഹാവ് പെർപെട്രേറ്റേഴ്സ് ആൻഡ് സർവൈവേഴ്സ് സിറ്റിംഗ് ഓൺ ദ സെയിം സ്റ്റേജ് ആൻഡ് ഡിസ്കസിംഗ് solutions for sure. So അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണണം അവരെന്താണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. സെക്കൻഡ് തിങ് ഇസ് ഓഫ് കോഴ്സ് WCC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പുട്ട് ഫോർത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ബേസ് ചെയ്തിട്ട് പിന്നുള്ള റെക്കമെൻഡേഷൻസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിലൊന്നും തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ റെക്കമെൻഡേഷൻസ് സീരിയസ് ആയിട്ട് എടുത്ത് അതിനുള്ള റെക്കമെൻഡേഷൻസിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മീറ്റിങ്ങിന് വിളിച്ച്, വിച്ച് മീൻസ് ദ കളക്റ്റീവ്, വിച്ച് മീൻസ് അതർ അസോസിയേഷൻസ്, നമ്മളെല്ലാവരും വിളിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു വേദികളിൽ ഡിസ്കഷൻസിലൂടെ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊന്നും നടക്കാതെ കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ ദീസ് ആർ ബ്രോഡ് സ്ട്രോക്ക് ആൻസേഴ്സ് ആൻഡ് ദാറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ. ബട്ട് വി ഡു എക്സ്പെക്ട് ഫ്രം ദ ഗവൺമെന്റ് ദാറ്റ് ഇറ്റ് ഇസ് ടേക്കൺ വെരി സീരിയസ്ലി. ആൾക്കാരുടെ ടാക്സ് മണി ഹാസ് ഗോൺ ഇൻ ടു ദിസ്. 4 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യാണ്, വിച്ച് ഓൾറെഡി വി ആർ ഡിലേഡ് ഇൻജസ്റ്റിസ്. തീർച്ചയായും. ഒപ്പം ഒരു കാര്യം കൂടി ഉള്ളത് പാർവതി, ഇന്നിപ്പോൾ ഞാൻ സിനിമാ മേഖലയിലുള്ള പല ആളുകളുമായിട്ട് വനിതകളുമായിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് നോക്കൂ, ഈ റിപ്പോർട്ട് പുറത്തു വന്നു, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ സിനിമാ മേഖലയിലാകെ ഇങ്ങനത്തെയുള്ള കോംപ്രമൈസുകൾക്ക് വിധേയരാകുന്ന ആളുകളാണ് വിജയിക്കുക എന്ന ഒരു മട്ടിലുള്ള ഒരു നറേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്യപ്പെട്ടു. അതേസമയം തന്നെ ഇതിന് പെർപെട്രേറ്റേഴ്സ് ഒരു തരത്തിലുള്ള ഹാമുമില്ലാതെ, ആരാണ് എന്നറിയാതെ, പേരില്ലാതെ അവർ വളരെ സേഫായി നിൽക്കുന്നു. ആക്ച്വലി യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാ അവസാനത്തിൻ്റെ മൊമെന്റിൽ സ്ലട്ട് ഷെയ്മിങ് മാത്രമാണ് നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. No, Abhilash, see, there are a lot of people with a lot of opinions. ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിൽ ഇതിനെ വീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അവർക്കത് പറയാം, ഒപ്പീനിയൻസ് പറയാം. സത്യസന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി എന്ന നിലയിൽ, ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഒരു രീതിയിലുള്ള കോംപ്രമൈസിനും നിൽക്കാതെ തന്നെ ഞാൻ ഇവിടെ നിന്ന്
പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞ് ഇവിടെ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നുണ്ട്. WCC ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ വെരി അൺഫെയർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ് ലൈക്ക് അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. മലയാളം ഇൻഡസ്ട്രി ഭയങ്കര മോശമായിട്ട് പോകുന്നത്. എനിക്ക് പിന്നെയും അടിവരായിട്ട് പറയേണ്ട ഒരു വലിയ കാര്യമാണ്, മലയാളം ഇൻഡസ്ട്രി നന്നാവുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തരം കോൺവെർസേഷൻ നടക്കുന്നതിൽ നിന്നും, ഇത്തരം ഡിബേറ്റ്സ് നടക്കുന്നതിൽ നിന്നും, ഇത്തരം ആക്ഷൻസ് ഫ്രം ദ ഗവൺമെന്റ് നടക്കുന്നതിൽ നിന്നും, മറ്റുള്ള പല ഇൻഡസ്ട്രികളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു അക്ഷരം പോലും ആരും മിണ്ടാതിരിക്കുമ്പം അവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. നമ്മളിവിടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് മലയാളം ഇൻഡസ്ട്രീനെ പാക്ക് ഇൻ ചെയ്യുന്നത്? എന്തിനാണ് നമ്മുടെ പേര് കളയുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പേര് നന്നാക്കി എടുക്കല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം, ഒരു നാട് നന്നാവുന്നതിന്റെ ഒപ്പം തന്നെ യുനോ സാമൂഹികമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് ആർട്ട് ആൻഡ് കൾച്ചർ ഷുഡ് ഓൾസോ ബെനിഫിറ്റ് ഫ്രം ദാറ്റ് ഗ്രോത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, സിനിമയിലുള്ള സ്റ്റോറീസ് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന മഹിമ തന്നെ നമ്മുടെ വർക്ക് പ്ലേസിലും കാണണം. അത് ഉണ്ടാവണം. അപ്പോഴും പാർവതി, ഇപ്പോൾ നെയിമിംഗ് ആൻഡ് ഷെയ്മിംഗ് ഗ്ലോബലി തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നില്ല. Why don't you name? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഇന്ന ആളുകളാണ് കുറ്റവാളികൾ നമുക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. That is not the point of this Hema Commission report. അത് വേറെ റൂട്ടാണ്. ദാറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫൈറ്റ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരേ ഒരു ആവശ്യം ഈ മാൽ പ്രാക്ടീസസ് ആക്ച്വലി ഉണ്ടോ ഇല്ലേ എന്നുള്ള എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നോക്കാൻ മാത്രമാണ്. ദിസ് ഇസ് നോട്ട് എ നെയിമിംഗ് ആൻഡ് ഷെയ്മിംഗ്. ദിസ് ഇസ് എ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് സ്റ്റഡി റിപ്പോർട്ട് ദാറ്റ് ഹാസ് കം ഔട്ട്. ഇതിന്റെ മേത്ത് കൂടെ നമ്മൾ മറ്റേ വേറെ ഒരു അജണ്ട വെച്ചിട്ടില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പഠനം എന്താണെന്ന് കണ്ടുപിടിച്ച് സിസ്റ്റമാറ്റിക് പ്രാക്ടീസസ് പുട്ട് ഇൻ പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാം. വി കനോട്ട് ലൂസ് അവർ സൈറ്റ് ഓൺ ദിസ്. ഇതിനു മുമ്പ് മീ ടു മൂവ്മെന്റ് വന്ന സമയത്ത് ഒരുപാട് പേര് നെയിം ആൻഡ് ഷെയിം ചെയ്തിട്ടുണ്ട്. മൈ ക്വസ്റ്റൻ ഇസ്, എന്തുണ്ടായി അത് കഴിഞ്ഞിട്ട്? അവർക്കല്ലേ ജോലി നഷ്ടപ്പെട്ടത്? അവരെയല്ലേ സ്ലട്ട് ഷെയിം ചെയ്തത്? ആരെങ്കിലും നെയിം ചെയ്താൽ അത് സമാനമായ കാര്യങ്ങളിലേക്ക്, അതായത് നെയിം ചെയ്യുന്ന ആൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ട് ആവുന്നതിലേക്ക് നയിക്കുമെന്നാണോ വിചാരിക്കുന്നത്? No, it's this absolutely not. I'm not saying that പെർപെട്രേറ്റർ ഔട്ട് ആവുമോ സർവൈവർ ഔട്ട് ആവുമോ എന്നുള്ളതല്ല. നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് നെയിമിംഗ് ആൻഡ് ഷെയ്മിംഗ് ഗെയിമിൽ നെയിമിംഗ് ആൻഡ് ഷെയ്മിംഗ് എന്ന് പറഞ്ഞുള്ള പ്രവണതയിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുള്ള പ്രവണത സർവൈവറിനെ വലിച്ചിഴച്ച് അവരെ ഡിബേറ്റുകളിൽ സ്ട്രക്ചർ ചെയ്ത് അവരുടെ പേരിൽ TRPസും യൂട്യൂബ് ചാനൽസ് ഡിബേറ്റ്സും കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് അവർക്ക് എവിടെ ജോലി കിട്ടുന്നുണ്ടോ, അവരുടെ ലോയർ ഫീ ആരാണ് കൊടുക്കുന്നത്, അവരുടെ മാനസികമായിട്ടുള്ള സന്തുലനം എവിടെയാണ് നിൽക്കുന്നത്, ഇതൊന്നും ചോദിക്കാൻ ആരുമില്ല. സോ അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ഒരു 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 സ്ട്രക്ചർ പുട്ട് ഇൻ പ്ലേസ് ചെയ്യാതെ നെയിമിംഗ് ആൻഡ് ഷെയ്മിംഗ് ആവശ്യമുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം ഡിസഗ്രിമെന്റ് ഉണ്ട്. അത് എന്ത് കാര്യത്തിനാണ് നെയിമിംഗ് ആൻഡ് ഷെയ്മിംഗ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമല്ലോ എന്ന് ഉറപ്പ് തന്നിട്ട് ആ സ്ട്രക്ചർ എന്താണെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ. ഞാനതൊരു ചോദ്യം എന്നുള്ള നിലയിൽ ചോദിച്ചെന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും മലയാള സിനിമ കുറച്ചുകൂടി ശുദ്ധീകരിക്കുന്ന വിധത്തിൽ, അതായത് ഇനി അതിക്രമങ്ങൾ നടക്കാതിരിക്കുക എന്ന മൗലികമായ കാര്യമെങ്കിലും ഉറപ്പാക്കണം എന്നൊരു പോയിന്റ് സർക്കാരിന് മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഓൾറെഡി അത് വെച്ച് കഴിഞ്ഞ കാര്യമാണ്. അത് കളക്റ്റീവ് ആൻഡ് പേഴ്സണലി ഓൾ ഓഫ് us ഹാവ് ജസ്റ്റ് സെഡ് വൺ തിങ്. എല്ലാ തവണയും നമ്മൾ മുമ്പോട്ടേക്ക് ഒരു ചുവട് വെക്കുമ്പം ഏത് സർക്കാരാണെങ്കിലും സർക്കാരിന്റെ കൂടെ നിന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ആ സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ അതൊരു അഡ്വക്കസി ഗ്രൂപ്പായിട്ട് അവർ ചോദ്യം ചെയ്യാൻ നമ്മൾ എപ്പോഴും ഉണ്ടാവും. ഇത് രണ്ട് കാര്യത്തിൽ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ദിസ് ഓൾവേസ് ബീൻ അവർ വാല്യൂസ്. തീർച്ചയായും. താങ്ക് യു പാർവതി, താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം സംസാരിച്ചതിന് ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. പാർവതി തിരുവോത്തിന് നന്ദി.